എമ്പുരാൻ്റെ ആദ്യ ഷോ കഴിഞ്ഞിരിക്കുന്നു. പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇതിൽ ചെറിയ അപശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇത് ഫാൻസ് മാറി കയറിയതായിരിക്കും ചിലപ്പോൾ. മോഹൻലാലിലെ ഫാൻസ് ആയിരിക്കില്ല. അവർ ചെറിയ ലാഗൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പലയിടത്തുനിന്നും. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗംഭീര പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തിയേറ്റർ വാച്ചാണ്. മ്യൂസിക് ഒരു രക്ഷയില്ല. ദീപക് ദേവ് അണ്ണ നമിച്ച് വലിയ 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 പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മലയാള സിനിമയുടെ ചരിത്രമാകുകയാണ് എമ്പുരാൻ സിനിമ. മലയാള സിനിമ എമ്പുരാന് ശേഷവും എമ്പുരാന് മുമ്പും എന്ന് രണ്ട് തട്ടായിട്ട് തിരിക്കേണ്ടി വരും. കാരണം മലയാള സിനിമയുടെ കപ്പാസിറ്റി ഇത്രത്തോളം വലിയ രീതിയിൽ മാറ്റിയ ഒരു സിനിമ വേറെ ഇല്ല. നമുക്ക് 2236 കോടി കളക്ട് ചെയ്ത മഞ്ഞുമൽ ബോയ്സ് ആണ് നമ്മുടെ ഒരു കൊച്ചു ചിത്രം നേടിയ ആ കളക്ഷനാണ് ഏറ്റവും വലുതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഈ സിനിമ പക്ഷേ വേൾഡ് വൈഡ് റിലീസ് ആയിട്ട് ഒരു മികച്ച പ്രതികരണം കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതൊരു 500-600 കോടിയെങ്കിലും കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ആദ്യത്തെ കളക്ഷൻ തന്നെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നമുക്കൊരു വിജയുടെയോ അല്ലെങ്കിൽ രജനീകാന്തിൻ്റെയോ സിനിമയുടെ അത്രയും കളക്ട് ചെയ്യാനുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട്. നമ്മുടെ KGF അല്ലെങ്കിൽ ബാഹുബലിയോ തന്നെയാണ് എന്തായാലും ഈ സിനിമ. ഇനി വരുന്ന സിനിമകൾക്കും ഇതൊരു ഊർജ്ജമാകും. വലിയ വലിയ സിനിമകൾ മലയാളത്തിലും സംഭവിക്കും. കാരണം അത്രയും വലിയ മാർക്കറ്റാണ് പൃഥ്വിരാജ് മോഹൻലാലും ഒക്കെ കൂടെ തുറന്നു കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് പൃഥ്വിരാജിനെ കണ്ടുപഠിക്കണം. അത് മലയാള സിനിമ മാത്രമല്ല തമിഴ് സിനിമയും കൂടെ കണ്ടുപിടിക്കണം എന്നാണ് തമിഴ് മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്, സിനിമാ പ്രേമികളൊക്കെ പറയുന്നത്. അവരെങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് മാർക്കറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ കണ്ടു പഠിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. ഈ സിനിമയുടെ മാർക്കറ്റിങ്ങും അവർ ഓരോ യൂട്യൂബ് ചാനലിലും കയറിയിട്ട് ചെറിയ യൂട്യൂബ് ചാനൽ പോലും 10,000Kയും 20,000Kയും ഒക്കെ വ്യൂവേഴ്സ് ഉള്ളവർക്ക് മാക്സിമം അത്തരം ചാനലുകളിൽ പോലും ഇവർ കയറിയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് വന്നിരിക്കുന്നു. തമിഴ്നാട്ടിലൊക്കെ കയറിയിട്ട് അത്രയും വലിയ രീതിയിൽ ഇവർ എഫേർട്ട് എടുത്ത് ഇതിൻ്റെ പരസ്യം കൊടുത്ത് ഈ സിനിമയെ വിജയിപ്പിച്ചെടുത്തിരിക്കുന്നു. ഈ ഒറ്റ ദിവസത്തെ കളക്ഷനും കാര്യങ്ങളും ഇതിൻ്റെ റെസ്പോൺസും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വലിയ നെഗറ്റീവ് പ്രതികരണങ്ങളെല്ലാം വരുന്നു. ചെറിയ നെഗറ്റീവുകൾ വരുന്നുണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നില്ല പൂർണ്ണമായിട്ടും. ചെറിയ ലാഗ് ഉണ്ടെന്നൊക്കെ അത് സ്വാഭാവികമാണ്. ഏത് സിനിമയിലും അത് കാണും. ആ ലാഗ് പക്ഷേ വലിയ ഹൈപ്പിനുള്ള മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കാണാം എന്നാണ് വരുന്ന പ്രതികരണങ്ങൾ കാണിക്കുന്നത്. മോഹൻലാൽ ഫാൻസ് ഹാപ്പി, പൃഥ്വിരാജ് ഫാൻസ് ഹാപ്പി, മലയാള സിനിമാ പ്രേമികൾ ഹാപ്പി, ലോക സിനിമാ പ്രേമികൾ ഹാപ്പി. വേൾഡ് സിനിമയോട് മോഹൻലാൽ പറയുന്നു വാടാ.